ആഗോള വെടിസംഗമം. പ്രിയമുള്ളവരെ, ഇത് മുടിഞ്ഞ സംഗമങ്ങളുടെ കാലഘട്ടമാണല്ലോ. സംഗമിക്കുവാൻ തീവട്ടികൾക്ക് ഓരോരോ കാരണങ്ങൾ എന്ന് പണ്ടേതോ മോന്മാർ പറഞ്ഞതുപോലെ സംഗമിക്കുവാൻ ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങൾ. സംഗമിച്ചാട്ടെ സംഗമിച്ചാട്ടെ, ചുമ്മാ സംഗമിച്ചാട്ടെ. കന്നിമാസമായി എന്ന് നമ്മൾ കലണ്ടറിൽ നോക്കി മനസ്സിലാക്കുന്നതിന് മുമ്പ് അതിൻ്റെ ചില അടയാളങ്ങൾ, ചില സൂചനകൾ മണിച്ചിത്രത്താഴിട്ട് പൂട്ടി റോഡിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത് പലപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് കാണുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, കന്നിമാസമായി മക്കളെ എന്ന്. അതുപോലെ പതിവില്ലാത്ത മുടിഞ്ഞ സംഗമങ്ങൾ കാണുമ്പോൾ ഓർത്തുകൊള്ളണം, അടുത്ത കാലത്തെങ്ങോ ഇലക്ഷൻ വരാൻ പോകുന്നു എന്ന്. പണ്ടൊക്കെ ഈ ഇലക്ഷൻ വരാറാകുമ്പോൾ പലതരം യാത്രകൾക്ക് കേരളം സാക്ഷ്യം വഹിക്കാറുണ്ടായിരുന്നു. കേരള വിമോചന യാത്ര, നിർഗുണ യാത്ര, ഭാരത് യാത്ര, വഴിയാധാരമാക്കൽ യാത്ര, അങ്ങനെ പല പല പേരുകളിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ യാത്ര നടത്തും. ഈ യാത്ര നടത്തിക്കഴിയുമ്പോൾ സകല വോട്ടുകളും തങ്ങളുടെ പെട്ടിയിൽ വീഴും എന്ന് ഇവർ ധരിക്കും. ആര്? ഈ യാത്ര നടത്തിയ മോന്മാർ. ഇപ്പോൾ അതിൻ്റെ പുതുമ പോയി. അതുകൊണ്ട് ഇപ്പോഴത്തെ പുതിയ പരിപാടികളാണ് ആഗോള സഭകളും സദസ്സുകളും, പോരാത്തതിന് മുടിഞ്ഞ സമ്മേളനങ്ങളും. ലോക കേരള തീവട്ടി സഭ, നവചോരള യാത്ര, ചോരളിയം കോരളിയം, നവചോരള തീവട്ടി യാത്ര, ആഗോള അയ്യപ്പ സമ്മേളനം, വികസന സദസ്സ്, അങ്ങനെ എന്തൊക്കെ പരിപാടികൾ. വർമ്മ എന്നൊരു മനുഷ്യൻ ഇത്തരം തീവട്ടിപ്പേരുകൾ ഉണ്ടാക്കുന്നതിനായി മാത്രം ഒരിടത്തിരിപ്പുണ്ട്. ലക്ഷങ്ങളാണ് പ്രതിഫലം. പേരിലാണ് സംഗതി തൂങ്ങിക്കിടക്കുന്നത് പോലും. വികസനം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത, ആരൊക്കെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും വികസിക്കാത്ത, വികസിക്കുവാൻ വിമുഖത കാണിക്കുന്ന, വികസനമെന്ന് കേൾക്കുമ്പോൾ പിന്തിരിഞ്ഞു നിൽക്കുന്ന ഇടങ്ങൾ ഞങ്ങൾ വികസിപ്പിച്ചേ അടങ്ങൂ എന്ന നിശ്ചയദാർഢ്യത്തിൽ നിന്നും ഉടലെടുത്ത ഒരു മുടിഞ്ഞ ആശയമാണ് വികസന സദസ്സ്. അതിനായി കാത്തിരിക്കുക. ഇങ്ങനെയൊന്നും ചുമ്മാ നടന്നിട്ട് കാര്യമില്ല. വികസിപ്പിക്കണം എന്ന് കരുതുന്ന ആർക്കും ഈ വികസന സദസ്സിൽ പങ്കാളികളാകാം. വികസിപ്പിച്ച് മടങ്ങിപ്പോവുകയും ചെയ്യാം. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ആരെങ്കിലും മുൻകൈയെടുത്ത് നടത്തേണ്ടുന്ന ഒരു സംഗമമുണ്ട്. എന്തിനാണത്? സോറി, തിരുവനന്തപുര ഭാഷ കയറി വന്നു. എന്താണത്? ആഗോള വെടിസംഗമം. അതെ, ആഗോള വെടിസംഗമം. ലോകമെമ്പാടും പച്ചയായ മേച്ചിൽപ്പുറങ്ങൾ തേടി അലയുന്ന സകലമാന വെടികളെയും നമുക്കിവിടെ കൊണ്ടുവന്ന് സംഗമിപ്പിക്കണം. അവരുടെ സേവനം നമുക്ക് പ്രയോജനപ്പെടുത്തണം. വേണ്ടേ? ഈ വെടിസംഗമത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ. ഇതൊരിക്കലും ഒരു സ്ത്രീ വിരുദ്ധമല്ല, സ്ത്രീകളെ അപമാനിക്കലുമല്ല. ഓരോ മേഖലയിലും ശോഭിക്കുന്ന മാതൃകാപരമായ ജീവിതം നയിക്കുന്ന എല്ലാ അമ്മ പെങ്ങന്മാരെയും ആദരിച്ചുകൊണ്ടും സ്മരിച്ചുകൊണ്ടും അവരോടുള്ള സകല ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ഇതിൽ പ്രതിപാദിക്കുന്ന വെടികൾ എന്ന കാറ്റഗറിയിൽ ഉള്ളവർ നിങ്ങളാരുമല്ല. വെടികൾ എന്ന് ഞങ്ങൾ ഇവിടെ പരാമർശിക്കുന്നവർ നമ്മുടെ സ്ത്രീ സമൂഹത്തിന് തന്നെ അപമാനകരമാണ്. അവരെക്കുറിച്ച് മാത്രമാണ് ഞങ്ങളിവിടെ പ്രതിപാദിക്കുന്നത്. അഭിനയ മേഖലയിലെ നടികളും വെടികളും തമ്മിലുള്ള വ്യത്യാസം ഞാൻ മുൻപ് പറഞ്ഞത് ഓർമ്മിക്കുമല്ലോ. വീണ്ടും വെടിസംഗമത്തിലേക്ക്. പടക്ക വ്യവസായ രംഗത്ത് കിടന്ന് വലിയ നേട്ടം കൊയ്യുവാൻ ആഗ്രഹിക്കുന്ന വലിയ വെടികളോടും ചെറിയ വെടികളോടുമാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് ആണ് വരാൻ പോകുന്നത്. അവസരങ്ങളുടെ കലവറ, ചാകരയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നോക്കിയും കണ്ടും പണിയെടുത്താൽ രക്ഷപ്പെടാം. നിങ്ങളുടെ കിളിക്കൂടുകൾക്ക് ഒരു നേതാവിനെ മാത്രമല്ല, ഒരു സർക്കാരിനെ വരെ മറിച്ച് നിലത്തിടുവാനുള്ള പ്രാപ്തിയുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ആ ശക്തി മനസ്സിലാക്കുക, ഉപയോഗിക്കുക. നിങ്ങൾക്ക് നഷ്ടപ്പെടുവാനൊന്നുമില്ല, തേഞ്ഞു പോകാനും ഒന്നുമില്ല. എന്നാ പുട്ട് നഷ്ടപ്പെടും? ഒരു പുട്ട് നഷ്ടപ്പെടില്ല, ഒരു തേയ്മാനവും സംഭവിക്കില്ല. വരാൻ പോകുന്ന ആ മുടിഞ്ഞ അവസരങ്ങളെക്കുറിച്ച് സമഗ്രമായി ഇരുന്നും കിടന്നും ചർച്ച ചെയ്യുവാനുള്ള അവസരമാണ് ഈ ആഗോള വെടിസംഗമത്തിൽ ഒരുങ്ങുന്നത്. നിങ്ങളുടെ പ്രാപ്തി പോലെ ലോക്കലിലെ ചോട്ട നേതാക്കന്മാർ മുതൽ ദേശീയ തലത്തിലുള്ള നേതാക്കന്മാരെ വരെ നിങ്ങളുടെ കുളത്തിലിറക്കുവാൻ ശ്രമിക്കുക. ആരാണ് ചെറിയ സന്തോഷം ആഗ്രഹിക്കാത്തത്? ചിലയിടത്ത് പുക,
ചിലയിടത്ത് ചാരം, സോറി റൂട്ട് മാറിപ്പോയി, സിഗരറ്റിൻ്റെ പരസ്യത്തിലേക്ക് കയറിപ്പോയി. ഇനി നിങ്ങൾ ചെയ്യേണ്ടുന്നത് വളരാൻ സാധ്യതയുള്ള നല്ല പദവികളിൽ എത്തിപ്പെടാൻ സാധ്യതയുള്ള മിടുക്കന്മാരെ കണ്ടെത്തണം, അവരുമായി ചങ്ങാത്തം കൂടണം, വിളിക്കണം, നന്നായി ചാറ്റണം. ചുമ്മാ ചാറ്റിയാൽ ചീറ്റിപ്പോകും. അതുകൊണ്ട് അതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ടും എടുത്ത് ഭദ്രമായി ലോക്കറിൽ വെക്കണം. പൊന്നിൻ വിലയുള്ള ഐറ്റമാണതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തിനും ഏതിനും നമുക്ക് തെളിവുകളാണ് ആവശ്യം. കുനിഞ്ഞു നിന്നാലും തെളിവ് അവശേഷിപ്പിക്കണം. കയ്യോടെ ഡോക്യുമെൻ്റ് ചെയ്യുകയും വേണം. പോയാൽ ഒരു വാക്ക്, കിട്ടിയാൽ ഒരു കിളി എന്ന പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന നേതാക്കന്മാരെ ഡിംഗോൾഫി സുഡാൽഫിക്കേഷന് നിങ്ങൾ വിളിക്കണം. ബുദ്ധിമാന്മാരായ ഇവർ സേഫായി ഇടാനുള്ള കവറുമായി വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടുന്ന ആ സേഫ്റ്റി പിൻ വെച്ച് ആ ഉറയിൽ ഒരു സുഷിരം ഇട്ട് കൊടുക്കുക. പണിപാളും പണിയും കിട്ടും. ചോർച്ചയുണ്ടാകുന്ന ഈ പണി നല്ലതിനാണെന്ന് കരുതുക. സംഗതി പോസിറ്റീവായാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടു. ഇത് വെച്ച് നന്നായി മുതലെടുക്കുക. ഇതുപോലെയുള്ള നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാവുന്ന മുടിഞ്ഞ അറിവുകൾ ലഭിക്കുന്ന ഒരു മഹാസംഗമമാണ് വരാൻ പോകുന്നത്. ഈ ഇൻഡസ്ട്രിയിൽ അഗാധമായ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള വലിയ വടികളും ചെറിയ വടികളും അവരുടെ വളർച്ചയുടെ പടവുകൾ എതിലേകൂടൊക്കെയാണ് കയറിപ്പോയത് എന്ന ആ കോരിത്തെരിപ്പിക്കുന്ന അറിവുകൾ നിങ്ങൾക്ക് ചൂടോടെ പകർന്നു തരും. വേണോ? വേണ്ട പ്രസംഗിക്കേണ്ട, അമാന്തിക്കേണ്ട. ആഗോള വെടിസംഗമത്തിൽ പങ്കെടുക്കൂ. നേട്ടങ്ങൾ ചുമ്മാ വാരിക്കൂട്ടൂ. സ്ഥലം പുത്തരിക്കണ്ടം മൈതാനം. തീയതിയും സമയവും പിന്നാലെ. നന്നായി ചിരിക്കാൻ കഴിയുന്നവർക്ക് മുൻഗണന. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.